5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മസിൽ മാസ് ഒന്നും ആവശ്യമില്ല. കണ്ടു കടിക്ക് പെമ്മക്കളെ. നമ്മുടെ പെൺകുട്ടികൾ കണ്ടു പഠിക്കേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് സൈന്യത്തിൽ ചേർന്നപ്പോൾ ഖുറൈശി പറയുകയുണ്ടായി, ഒരു യോഗത്തിൽ പറഞ്ഞു, മസിൽ മാസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആണായാലും പെണ്ണായാലും വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്ര ഉയരങ്ങളിലും എത്താമെന്ന്. ഇത് നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെ അടപടലം അടിയേറ്റ് 9ഓളം ഭീകര കേന്ദ്രങ്ങൾ 30 മിനിറ്റ് 25 മിനിറ്റ് സമയം കൊണ്ട് തള്ളി തകർത്ത് നാശക്കോട്ടയാക്കിയതിനു ശേഷം അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യാൻ, സാധാരണ ഇവിടെയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വന്നാൽ, ചെറിയ ഒരു കോവിഡ് വന്നാൽ പോലും, കോവിഡിനെ പ്രതിരോധിച്ച കാര്യമായാൽ പോലും, ചെറിയ കാര്യങ്ങളായാൽ പോലും, കോവിഡിനെ പ്രതിരോധിച്ച ചെറിയ കാര്യമെന്നല്ല ഞാൻ പറഞ്ഞ, അതിലെ ചെറിയ കാര്യമായാൽ പോലും, അതിലുള്ളൊരു ചെറിയ കാര്യമായാൽ പോലും മുഖ്യമന്ത്രി, മന്ത്രിമാരൊക്കെ വന്നാണ് ബ്രീഫ് ചെയ്യുന്നത്. ഇത് പ്രധാനമന്ത്രി വന്നില്ല, വിദേശകാര്യമന്ത്രി വന്നില്ല, സേനാ നായകന്മാർ വന്നില്ല. ഖുറൈഷിയെയും വ്യോമിക് സിംഗിനെയും 2 സേനകളിലെ മേധാവികളായിട്ടുള്ള വനിതകളെയാണ് അവതരിപ്പിച്ചത്. അവർ വന്നാണ് പറഞ്ഞത്, ഭാരതത്തിലെ വനിതകളെ, പ്രത്യേകിച്ച് ഹിന്ദു വനിതകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ, കല്യാണം കഴിഞ്ഞിട്ട് 6 നാൾ മാത്രമായ സൈനികനെ കൊന്നിട്ട് ഭാര്യയോട്, മോദിയോട് ചെന്ന് പറയാൻ പറഞ്ഞ ആ പാക് ഭീകരവാദികളുടെ താവളങ്ങൾ ഒന്നൊന്നായി എണ്ണി തകർത്തപ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയാൻ 2 താൻസി റാണിമാരാണ് പത്രസമ്മേളനം നടത്തിയത്. അവർ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെയൊക്കെ ലോകത്തോട് പറഞ്ഞു. എത്ര മനോഹരമായ കാഴ്ചയാണ്. അതിൽ ഒരു രസകരം, ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഒരു മുസ്ലിം വനിത കൂടിയാണ് എന്നുള്ളതാണ്. അവരുടെ കുടുംബമാവട്ടെ തലമുറകളായി, ബാപ്പായും അതുപോലെ ഉപ്പുപ്പായും തലമുറകളായി പട്ടാളത്തിലും സൈന്യത്തിലുമൊക്കെ സേവനം നടത്തുന്നവർ, ലക്ഷ്മി ഭായിയോടൊപ്പം സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ, വലിയ സ്വാതന്ത്ര്യ സമര പാരമ്പര്യമുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക്, ഒരു വനിതയ്ക്ക് മുട്ടിന് ആളുകൾ സംഘികളെന്നും BJP-കളെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇങ്ങനെ ജോലി ചെയ്യാനും അത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞത് അതൊരു മനോഹരമാണ്. അതാണ് സനാതനധർമ്മ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. എന്താണ് ഭാരതം ലോകത്തിന് നൽകുന്ന മതമൈത്രി, മതേതരത്വം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ, മതേതരത്വ സദ്യ വിളമ്പുന്നതോ, ഒന്നിച്ചിരുന്ന് ആഹ്വാനങ്ങൾ നടത്തുന്നതോ അല്ല മതേതരത്വം. ഇതാണ് മതേതരത്വം എന്ന് ലോകത്തോട് മോഡി വിളിച്ചു പറയുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്ക് വലിയ മാതൃകയായി 2 വനിതകൾ വന്നിരുന്നു. അതിൽ ഒരു വനിത ഖുറൈശി നേരത്തെ പറയുകയുണ്ടായി, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, മാസിലൊന്നും ഒരു കാര്യവുമില്ല, വിൽ പവറാണ് പ്രധാനം. നമ്മുടെ നാട്ടിൽ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും തുടങ്ങിയ ദേവതാ സമ്പ്രദായമുള്ള ഈ രാജ്യത്ത്, ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ ധാരാളം ദേവതാ സമ്പ്രദായമുള്ള രാജ്യമാണ്. അതുപോലെ സീതയുടെ രാജ്യമാണിത്. ക്ഷമയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയൊക്കെ രാജ്യമാണിത്. അതുപോലെ തന്നെ താൻസി റാണിമാരുടെയും രാജ്യമാണ്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ പുതിയ താൻസി റാണിമാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ലോകത്തോട് തന്നെ നമ്മൾ പറയുന്നു, ഞങ്ങളുടെ വനിതകൾ മതി, ഞങ്ങളുടെ പുരുഷന്മാരോ അല്ലെങ്കിൽ വലിയ സേനാധിപതികളൊന്നും ആവശ്യമില്ല, ഞങ്ങൾ അവരെക്കാൾ വലിയ ആളുകളാക്കി ഞങ്ങളെ വനിതകളെ മാറ്റിയെടുത്തിരിക്കുന്നു, അവരാണ് വന്നത് പറഞ്ഞത് ലോകത്തിനോട്. അവർ എത്ര മനോഹരമായി ലോകത്തെ ഇത് അവതരിപ്പിച്ചു. ഖുറൈഷിയും ഓമിക സിംഗും, ഓമിക എന്ന് പറഞ്ഞാൽ തന്നെ ആകാശം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്ര മനോഹരമായ 2 ആളുകൾ വന്ന് ഇത് ലോകത്തോട് പറഞ്ഞപ്പോൾ എത്ര കൂളായിട്ടാണ് അവർ ഇത് ലോകത്തോട് അവതരിപ്പിച്ചത്. ഇത് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ സുനിത വില്യംസിനേക്കാൾ മോട്ടിവേഷൻ കിട്ടേണ്ടതാണ്. 2 പേരും ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന് വലിയ പ്രകടനങ്ങൾ നടത്തി, ഐക്യരാഷ്ട്രസഭ വരെയൊക്കെ പോയി വലിയ പരിശീലനങ്ങൾ നടത്തി, ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന 2 സേനാപതികളായിട്ടുള്ള വനിതകളാണ്, ധീര വനിതകളാണ് അവർ ഈ ദൗത്യം നിർവഹിച്ചിരിക്കുന്നത്. അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു എന്നതിനപ്പുറം അങ്ങനെയുള്ളവരെ കണ്ടെത്തി രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കി അവതരിപ്പിക്കുന്ന ഭരണവ്യവസ്ഥയ്ക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും റെഡ് സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. നമ്മുടെ മോഡിക്കും നമ്മുടെ സംവിധാനങ്ങളും സേനാനായകന്മാർക്കും സേനയ്ക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ
ഇത്രയും മനോഹരമായി ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് നാം കരുതിയോ? എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു. ബിഗ് സല്യൂട്ട്.